ഇത് നമ്മുടെ സ്റ്റുഡൻറ്റ് വൈശാഖാണ്. വൈശാഖ് ഇപ്പം നാലാമത്തെ ദിവസം ഇപ്പോൾ ഗിയർ ഇട്ട് വണ്ടിയെ നമ്മൾ ഗ്രൗണ്ടിൽ തനിച്ച് ഓടിക്കുന്ന ഒരു പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടിക്ക് ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. കാരണം വണ്ടിയുടെ കൺട്രോൾ പോയാൽ ബ്രേക്ക് ചെയ്യാൻ കഴിയണം, തിരിക്കുന്ന അളവുകൾ, റിട്ടേൺ ചെയ്യുന്നത്, ലെവൽ ചെയ്യുന്നത് എല്ലാം നമുക്കൊരു ഐഡിയ വേണം. ഇപ്പം ഇന്നിപ്പോൾ നാലാമത്തെ ക്ലാസ്സാണ്. പിന്നെ വൈശാഖേ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ്? കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടി ഇപ്പോൾ എത്ര ദിവസമായി? 4 ദിവസം. കറക്റ്റ് 4 ദിവസമാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ വണ്ടിയെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ടോ? എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ കാല് ബ്രേക്കിൽ വരും. ഇവിടെ ഇപ്പം നമുക്ക് കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, അതുപോലെ ചില പ്രത്യേക ട്രാക്കുകളിലൂടെ ഓടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെയല്ലേ യഥാർത്ഥം നമ്മൾ റോഡിൽ ഓടിക്കുന്നത് പോലെ തന്നെ തിരിവുകളും കാര്യങ്ങളാണ്. പക്ഷേ റോഡിൽ ഓടിക്കുന്ന മറ്റൊരു പ്രാക്ടീസാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് താഴത്തെ ഗ്രൗണ്ടിൽ പോയി കറക്കി പുതിയ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഒരു റൗണ്ട് കറക്കി കൊണ്ടുവരിക. ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള 14 കാര്യങ്ങളുണ്ട്. അറിയാമോ അത്? ശരി, ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ന്യൂട്രലാക്കണം. ഓക്കെ, ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ആവണം. ക്ലച്ച് ഔട്ടിട്ട് ഫസ്റ്റ് ഗിയർ. അറിയാമല്ലോ എങ്ങനെയാണെന്ന്? ഓക്കെ. അപ്പോൾ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ. ഓക്കെ, താഴ്ന്നിരിക്കുകയാണല്ലോ. ശരി, ഓക്കെ. അപ്പോൾ ഇവിടെ ലെഫ്റ്റാണ്. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ആൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധിക്കുന്ന ക്ലച്ച് കൺട്രോളാണ്. കണ്ടോ, അവിടെ ക്ലച്ച് കൺട്രോൾ കറക്റ്റ് ആയതുകൊണ്ടാണ് വണ്ടി ഇതുപോലെ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വണ്ടി അനങ്ങിയ ഉടനെ തന്നെ ആൾ ഫുള്ള് ലെഫ്റ്റ് തിരിച്ചു. കാരണം അവിടെ ലെഫ്റ്റ് തിരിച്ചെങ്കിലേ വണ്ടി പോവുള്ളൂ. കണ്ടോ, ഇവിടെ ബോഡി ലെവലാവുകയാണ്. അതുപോലെ ആൾ റിട്ടേൺ ചെയ്തു. ഇനി അവിടെ ഇറക്കം സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇറക്കാൻ തുടങ്ങുമ്പം ക്ലച്ച് ചവിട്ടി ആളിൻ്റെ കാല് ബ്രേക്കിൽ വരണം. കണ്ടോ, ബ്രേക്കിൽ വന്നു. ഇനി ഇറക്കം കഴിഞ്ഞ് ബാക്ക് ആ ഒരു തിരിക്കുന്ന പോയിൻ്റ്, ആ തെങ്ങിനെ കഴിഞ്ഞ് അതിന് ശേഷം കണ്ടോ റൈറ്റ് തിരികുകയാണ്. അപ്പോഴെല്ലാം കാലിരിക്കുന്ന ബ്രേക്കിലാണ്. എന്നിട്ട് ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു, ബ്രേക്ക് വിട്ടു, കാല് ആക്സിഡൻറ്റിൽ പോയി. ഇനി അവിടുത്തെ ആ ഗ്രൗണ്ടിൽ പോയി ആൾ കറങ്ങി വരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയെ തിരിച്ച് കൊണ്ടുവരാനുള്ള പ്രത്യേക ട്രാക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴാണ് ആൾ തിരിക്കുകയും തിരിച്ചിരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവിടെ കണ്ടോ, വണ്ടി ബോഡി ലെവലായി, വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് പോകും. ഇനി അങ്ങേ അറ്റത്ത് തിരിക്കാനുള്ള മാർക്കുകളുണ്ട്. അവിടെ എത്തുമ്പം ആൾ തിരിക്കും. തിരിച്ചു കഴിഞ്ഞ് വണ്ടി ബോഡി ലെവലാവുമ്പം അതുപോലെ റിട്ടേൺ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പോയിന്റിൽ തിരിച്ചിട്ട് ആൾ ഇതേ കയറ്റം കയറി വരികയാണ്. അപ്പോൾ ഇവിടെ ആദ്യം പൊസിഷൻ കറക്റ്റ് ചെയ്ത് ക്ലച്ച് കംപ്ലീറ്റ് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് കയറി വരികയാണ്. കണ്ടോ, തെങ്ങിനെ ചേരാതെ ഓപ്പോസിറ്റ് സൈഡ് ചേർന്ന് വരികയാണ്. എന്നിട്ട് തെങ്ങിനെ കഴിയുമ്പം ലെഫ്റ്റ് തിരിക്കും. കണ്ടോ, ലെഫ്റ്റ് തിരിച്ച് എന്നിട്ട് ഇവിടെ നിന്ന് കറങ്ങി. കണ്ടോ, ഇവിടെ ഒരു മരമുണ്ട്, അതിനെ നോക്കി തട്ടാതെ കറക്റ്റായിട്ട് പോയത്. കണ്ടോ, ഇനി കറക്റ്റായിട്ട് പോയി അവിടെ പോയി ആൾ കറങ്ങി തിരിച്ചു വരും. അവിടെയും നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻ്റുകളുണ്ട്, അത് കൃത്യമായി മനസ്സിലാക്കി തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബോഡി ലെവലാകുമ്പോൾ തിരിച്ചില്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള മരത്തിൽ തട്ടും, അത് അപകടത്തിന് കാരണമാവും. അപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. ആളുടെ സ്കിൽ ടെസ്റ്റൊക്കെ നോക്കി ആൾ അടിപൊളിയാണ് എന്ന് അറിയുമ്പോഴാണ് ഇത്തരം എക്സസൈസുകൾ മുഴുവൻ. അപ്പോൾ നമ്മൾ പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കാറില്ല. കാരണം അവരുടെ കാൽക്കുലേഷൻ, ഇപ്പോൾ ഒരു വണ്ടി ഇടിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയെ ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന കപ്പാസിറ്റി, അതുപോലെ ഡയറക്ഷൻ മാറി ഓടുന്നെങ്കിൽ വണ്ടിയെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളൊക്കെ ഒരു കുട്ടിക്ക് വേണം. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഓക്കെ ആവുന്നത്. ഇപ്പോൾ ഇവിടെ വൈശാഖ് കറക്റ്റായിട്ട് ഒരു റൗണ്ട് തിരിച്ച് കൊണ്ടുവന്ന് നിർത്തി. വൈശാഖ്, സംഭവം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, എല്ലാ കുട്ടികൾക്കും ഒരു പക്ഷേ ഇങ്ങനെ കഴിഞ്ഞൊന്നും വരില്ല. അതാ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ടെക്നിക്കൽ നോളജ്, അതിനെ സംബന്ധിച്ചൊരു സ്കില്ലൂടെ വേണം. അതില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടേ ഇത്തരം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ശരി, ഒന്നുകൂടെ പോയി കറങ്ങി വരും.